എന്താ വരൂ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കൂടെ ഇറങ്ങി നടക്കാൻ പറഞ്ഞു. ഇദ്ദേഹം നടന്നു ഒരു പകുതിയിലെത്തിയപ്പോൾ ഈ ആള് അവിടെ നിന്നിട്ട് പറഞ്ഞു, അപ്പോൾ കൂടെ ആരൊക്കെയോ ഉണ്ട്, അവർക്കറിയാം, വീടറിയാം. അപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് വേഗം പോട്ടെ വീട്ടിലേക്ക്, അവർക്ക് ആർക്കും അറിയില്ല, അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനോട് സമ്മതം മേടിച്ചുകൊണ്ട് ഇയാൾ വാണം വിട്ട പോലെ ഓടി. അവിടെ പോയി കസേരയിൽ തുണിയൊക്കെ ഇട്ട് വീട്ടുകാരിയോട് പറഞ്ഞു, ദേ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ വേഗം, കുട്ടികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, അതിനെയൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് വേഗം നിർത്തി. മൂപ്പര് കാലും വെള്ളമൊക്കെ കരുതി കാല് കഴുകിക്കാൻ. അങ്ങനെ കാല് കഴുകി ഗുരുദേവൻ വന്ന സമയത്ത് കാല് കഴുകാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ഗുരുദേവൻ അത് തടഞ്ഞു, വേണ്ട എന്ന്. എന്നാലും അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അത് അനുവദിച്ചു. വീട്ടിൽ കയറി എന്തോ അവിടുന്ന് അദ്ദേഹം സന്തോഷത്തോടു കൂടി കൊടുത്തു. അത് ഗുരുദേവൻ കഴിച്ചു. അവിടുന്ന് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ഇദ്ദേഹത്തിൻ്റെ മകന് ₹1, ₹1 വളരെ വലുതാ, ₹1 കൊടുത്തിട്ട് പറഞ്ഞു, സൂക്ഷിച്ച് ചെലവഴിക്കണം, മിടുക്കനാവണം, പഠിക്കണം, നന്നായി പഠിക്കണം, അച്ഛനെ സഹായിക്കണം, കുടുംബത്തെ സഹായിക്കണം. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അവിടുന്ന് ഗുരുദേവൻ അദ്ദേഹത്തോട് അങ്ങനെ യാത്ര പറയുമ്പോൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഒന്നാണ്. അതൊരു ഈ കാരുണ്യമല്ല നമുക്ക് പരിചയമുള്ള പലപ്പോഴുള്ള കാരുണ്യം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഉള്ളിൽ ഉറഞ്ഞുകൂടി നിൽക്കുന്നതാണ്. ആ കാരുണ്യത്തിന്റെ എഴുത്താണത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സോദരത്വേന വാഴുന്ന, ഒരു തരത്തിലുള്ള വിഭജനത്തിനും ഇടയില്ലാത്ത വിധം